നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധിയെ കളിയാക്കിയതിന്റെ പേരില് അഖിലിനെ പോയി പഞ്ഞിക്കിടുന്നുണ്ട് സുഭാഷ് സുധീഷ് എല്ലാരും കൂടെ ചേർന്നിട്ട്. ഒടുവില് പോലീസിനെയൊക്കെ വിളിച്ചോണ്ട് ഈ പറയുന്ന നീതുവിന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ കൂടെ കൂടാനായിട്ട് സുനന്ദയുടെ അമ്മാവനും അതുപോലെ തന്നെ സുനന്ദയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന സുധീഷിനും സുഭാഷിനും ഒക്കെ എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു ഗംഗാധരനും ലളിതയൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അവരും കൂടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണം പോലീസുകാരുടെ. സാറേ, ഇവരുടെ കുടുംബമേ ശരിയല്ല, ഇവരിങ്ങനെയാ, ആരെയും വെറുതെ വിടത്തില്ല, പാമ്പടിച്ച് ചെറുക്കനെ തല്ലി ചതച്ചിരിക്കുന്ന കണ്ടില്ലേ, ഒരു കാരണമില്ലാതെ എങ്ങനെയൊക്കെ ചെയ്തിരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതിനെതിരെ നടപടി എടുക്കണം സാറേ, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ജീവിക്കണ്ടേ, ഇവർ ഗുണ്ടായുസോ കാണിക്കുന്നേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വായി വന്ന് എല്ലാം പറഞ്ഞു കൊടുക്കണം. പോലീസുകാർ ചോദിച്ചു ശരിയാണോടാന്ന് ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ, എൻ്റെ മക്കൾ അത്തരക്കാരൊന്നും അല്ലാന്ന് പറഞ്ഞു. ഈ സമയത്ത് നിധി അകത്താണ്. നിധി പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോൾ നികേഷ് തടഞ്ഞു. വേണ്ട, നിധി അടുത്ത് ഇപ്പം തൽക്കാലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. സുധീഷിനെ സുഭാഷിനെ ഹരീഷിനെയൊക്കെ ചോദ്യം ചെയ്യണം പോലീസുകാർ. ആ സമയത്താണ് വർക്ക്ഷോപ്പിലേക്ക് നീതി ചെല്ലുന്നത്. ഹരീഷിനെ അവിടെ കണ്ടില്ല. ഹരീഷിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഹരീഷ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ചന്തു പറയുന്നത് ഹരീഷ് ഏട്ടൻ വന്നിട്ടില്ല, എന്നാലും എന്തിനാ അഖിലേട്ടനെ അടിച്ച് അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴാണ് ചന്തു പറയുന്നത് ഒരു കാരണമില്ലാതെ നിന്റെ സഹോദരനെ അടിക്കുവോ? ഒരു കാരണവശാലും ഹരീഷ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഹരീഷിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ പോയ നിധിയടുത്തെ പിടിച്ചു നിർത്തി വൃത്തിയായിട്ട രീതിയിൽ സംസാരിച്ചു, അതും വളരെ മോശമായ രീതിയിൽ. 3-4 ആണുങ്ങളുള്ളടത്ത് ഒരു പെണ്ണ് തന്നെ നിൽക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ആരാ നിന്റെ ഭർത്താവ്, അതോ എല്ലാവരും കൂടെ വെച്ചോണ്ടിരിക്കണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ ആരാ പ്രതികരിക്കാതിരിക്കുന്നേ? നിന്നെക്കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ സഹോദരൻ വെറുതെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ചു. അതെല്ലാം കേട്ടിച്ചപ്പോൾ നീതുവിന് ഭ്രാന്തളകിപ്പോയി. അപ്പം തൻ്റെ ചേട്ടൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ട തല്ലി കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെ ഒടുവിൽ നീതു എന്ത് ചെയ്തു, ഹരീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയം വാഗ്വാദങ്ങളൊക്കെ നടക്കുവാണ്. കുറെ ആൾക്കാരും കൂടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു ഇവരുടെ കുടുംബമേ ശരിയല്ല, അല്ലെങ്കിലും ഈ പറയുന്ന ഭാസ്കറിന്റെ കുടുംബത്തെക്കുറിച്ച് അവർക്കൊന്നും അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായം ഇല്ലാതാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഈ ഗംഗാധരൻ എഴുതിയൊക്കെയാണ്. അവർ ഓരോ കുറ്റങ്ങൾ ചുമ്മാ പറഞ്ഞു കൊടുക്കും, അവരങ്ങനെ ഇങ്ങനെയാന്ന്. അവർക്ക് ഈ വീട് എങ്ങനെയും തട്ടിയെടുക്കണം, ഇവരെ ഇവിടുന്ന് ഓടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് താരം കിട്ടുമ്പോഴൊക്കെ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പോരാത്തിന് ഭാസ്കരനാണെങ്കിലോ സ്വന്തം ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയെന്നുള്ള ഒരു പേരുണ്ടല്ലോ, അപ്പൊ അതിന്റെ പേരിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ആർക്കും ഇതിനായിട്ടും അറിയില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാർ പറഞ്ഞു നാട്ടുകാർ പോലും നിങ്ങളെക്കുറിച്ചൊന്നും നല്ലത് പറയണല്ലോ, അപ്പൊ നിങ്ങൾ ശരിക്കും തരികടകളല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു പിന്നെ എന്തിനാ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കണം എന്ന് ചോദിച്ചു. കുറേ സമയമൊക്കെ നിധി കേട്ടോണ്ടിരുന്നു. ഒടുവിൽ നിധി പുറത്തേക്ക് ഇറങ്ങി വന്നു. നിധി പറഞ്ഞു സാറേ, വെറുതെ അനാവശ്യം പറയണ്ട, ഇവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവര് ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അഖിലിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്ന സമയത്ത് 3-4 ചെറുപ്പക്കാരും ഇയാളും കൂടെ കൂടിയിട്ട് വന്നിട്ട് എന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. നിന്റെ ഭർത്താവ് ശരിക്കും ആരടി? 4-5 പേരുണ്ടല്ലോ, അതോ നിങ്ങളെല്ലാവരും അവരെല്ലാവരും കൂടെ നിന്നെ വെച്ചോണ്ടിരിക്കണോ? സാറിന്റെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരോട് എങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാർ എങ്ങനെ പ്രതികരിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പോലീസുകാരുടെ മുഖമൊക്കെ അവിടെ മാറി. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ പറഞ്ഞു ഇതൊക്കെ ഇവള് വെറുതെ പറയുന്ന സാറേ, ഇതൊക്കെ ഇവര് കള്ളത്തരം ഉണ്ടാക്കുന്ന. എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും മിണ്ടാതിരുന്നു. എപ്പോഴും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ സാറേ? എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അധിക്ഷേപിച്ച് കഴിയുമ്പോൾ ആർക്കാ സഹിക്കാൻ പറ്റാത്തെ? ചോദിക്കാനും പറയാനും എനിക്കും ആളുണ്ട്. എൻ്റെ കഴുത്ത് താലി കെട്ടിയ ഒരാളുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്. ഞാൻ ഭർത്താവിനോട് വന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവും വീട്ടുകാരും ചോദിക്കാൻ ചെയ്തു. ആ സമയത്ത് ഇവനിട്ട് 2 കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും പോലീസുകാരന് അകലിലൂടെ നേരാണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാളോട് അല്ല സാറേ, അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു എൻ്റെ സാറേ, ഇതെല്ലാം ഒരു കെട്ടി ചമച്ച കഥയാന്ന് പറഞ്ഞു. ആ സമയത്താണ് നീതുവിന്റെ വരവ്. നീതു വന്നിട്ട് പറഞ്ഞു സാറേ, കെട്ടി ചമച്ച കഥയൊന്നുമല്ല, ഉള്ള കാര്യം തന്നെയാന്ന് പറഞ്ഞു. ഒരു നിമിഷം നീതുവിന്റെ അച്ഛനും അമ്മയും വരെ ഞെട്ടിപ്പോയി. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വരാതെ അഖിലേട്ടനെ വെറുതെ തല്ലിയതാന്നും പറഞ്ഞോണ്ടല്ലേ അഖിലേട്ടൻ വീട്ടിൽ വന്ന് പറഞ്ഞേ. അതും ഞാനും ഈ നിൽക്കുന്ന ഹരീഷ് ഏട്ടനുമായിട്ടുള്ള
പ്രണയത്തെക്കുറിച്ച് അത് ചോദിച്ചിട്ടാണ് തല്ലിയെന്നല്ലേ പറഞ്ഞേ. പക്ഷെ അതൊന്നും അല്ല സത്യാവസ്ഥ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും പോലീസുകാരൻ ചോദിച്ചു, കൊച്ച നീ ഏതാ? അതെ, ഞാൻ ഇവരുടെ മോളാന്ന് പറഞ്ഞു. ഞാൻ ഹരീഷേണും തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് ഇവർക്കൊന്നും ഇഷ്ടമില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇവരെന്നെ പലപ്പോഴും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ പിൻവാങ്ങിയില്ല. അതിന്റെ പ്രതികാരമായിട്ട് ഹരീഷേണ്ണും കുടുംബത്തെയും കൂടെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്ന നിധിയടുത്തയോടെ മോശമായിട്ട് പെരുമാറിയതിന്റെ പേരിലാണ് അവർ ചോദിക്കാൻ ചെയ്തതും അടി കൊടുത്തുമൊക്കെ. എന്റെ സഹോദരനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മോശക്കാരനാ, പക്ക റൗഡി അവനിട്ട് 4 എണ്ണം കിട്ടുന്നതിന്റെ കുറവുണ്ട്. അല്ലെങ്കിൽ ഒരു പാവം പിടിച്ച പെൺകൊച്ചിനോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്ന കാര്യമൊക്കെ ആണോന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പോലീസുകാരൻ നീതുവിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളുടെ മോള് തന്നെ നിങ്ങൾക്കെതിരെ തിരിയുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ സാറേ, അവൾക്ക് ഭ്രാന്ത, അവൾ പറയുന്നതും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. ഈ സമയം ലളിതയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗംഗാധരൻ ലളിതയോട് പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യ, വീട്ടിലേക്ക് പോകും. അവിടെ സുനന്ദേ ഭർത്താവ് വന്നിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ ഇനിയിപ്പോൾ സുനന്ദ അങ്ങനെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്, അവൾ ഇങ്ങോട്ടേക്ക് വരും, നീ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഒടുവിൽ ലളിത വീട്ടിലേക്ക് വന്നു. ലളിത വീട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേനും സുനന്ദ വന്നിട്ട്, ചമ്മ ഇത് എവിടെ പോയതായിരുന്നു? അല്ല ഞാൻ പിന്നെ ചുമ്മാ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അപ്പോഴേക്ക് സുനന്ദ പറഞ്ഞു, അല്ല എന്തോ ഒരു കാര്യമുണ്ട്. എടി അത് പിന്നെ ഉണ്ടല്ലോ, ആ സുഭാഷിൻ്റെ ഒക്കെ വീട്ടിലെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ വരെ പോയതായിരുന്നു. പ്രശ്നം? എന്ത് പ്രശ്നം? ആ ഹരീഷ് ഏതോ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നു. അതിന്റെ ആങ്ങളെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. വലിയ പ്രശ്നമായി. അല്ലെങ്കിൽ ആ കുടുംബം ഒരിക്കലും ശരിയായിട്ടുള്ള കുടുംബം അല്ലെന്ന് പറഞ്ഞു. എന്തൊക്കെ അമ്മി പറയണമെന്ന് ചോദിച്ചു. അമ്മ വെറുതെ അനാവശ്യം പറയരുത്. അത് സുഭാഷേന്റെ കുടുംബത്തെക്കുറിച്ച്. എടി ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. പോലീസൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പൊ എല്ലാത്തിനെയും വിളിച്ചോടെ ലോക്കപ്പിൽ ഇടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് സഹിക്കുവോ? സുനന്ദ പെട്ടെന്ന് എന്ത് ചെയ്തു, 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വന്ന നേരെ സുഭാഷിന്റെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ലളിത എടി അവിടെ നിൽക്കാനും പറഞ്ഞ് പിന്നാലെ വരുവാണ്. അങ്ങനെ സുനന്ദ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സാറേ, ഇവരെക്കുറിച്ച് ആരൊക്കെ മോശമായിട്ട് പറഞ്ഞാലും എനിക്കറിയാം. ഈ നിൽക്കുന്ന ആളെൻ്റെ അമ്മാവനാണ്, ഭാസ്കരൻ അമ്മാവൻ. അമ്മാവൻ്റെ പെങ്ങളുടെ മോളാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ പോലീസുകാരൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അതെ, ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറയണം. ഇവരത്തരക്കാരൊന്നും അല്ല, പാവങ്ങളാന്ന് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ട്, അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിലൊന്നും കൊണ്ട് ഇടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ 3 പേരും നീതും സുനന്ദ എല്ലാവരും കൂടെ സുഭാഷിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വാദിക്കുവാണ്. പോലീസുകാർക്ക് ആ പടം കൺഫ്യൂഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒടുവിൽ പോലീസുകാർ നീതുവിൻ്റെ സഹോദരൻ്റെ അടുത്ത് അഖിലിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ നീ മോശമായിട്ട് പെരുമാറിയതുകൊണ്ടല്ലേ, മേലെ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായേക്കില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നീതുവിൻ്റെ സഹോദരനൊക്കെ താക്കീത് കൊടുത്ത് വിടുവാണ്. വലിയൊരു അടിയായിപ്പോൾ ഇത് നീതുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ നീതുവിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. അതുപോലെ തന്നെ സുനന്ദയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ലളിത അങ്ങോട്ട് പോയി. വീട്ടിൽ ചെന്നപ്പോൾ ലളിത പറഞ്ഞു, നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നു, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ സുനന്ദ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. സുനന്ദയ്ക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും സുഭാഷേണ്ണൻ കുടുംബത്തെ തനിക്ക് മറക്കാൻ പറ്റില്ല. കുഞ്ഞുനാളിന് മുതൽ താൻ അവിടെ കയറി ഇറങ്ങുന്നതാണല്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. രാത്രി കിടക്കുന്ന സമയത്ത് സുഭാഷിന് ഭയങ്കര ടെൻഷനാണ്. സുഭാഷ് സുധീഷ് ഉറങ്ങിയെന്ന് കരുതിയിട്ട് നികേഷിനെ ഹരീഷിനെ വിളിക്കുകയാണ്. അവരെ കുത്തി എഴുന്നേപ്പിച്ചു. എന്താ സുഭാഷ് ചേട്ടാ ഈ സമയത്ത്? അതെ, എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇന്ന് തന്നെയാണെങ്കിൽ നിധിയോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അഖിൽ പെരുമാറിയത്. അതെനിക്ക് അവസാനം വേണ്ടേ? അതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെല്ലാവരും ഈ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല. ഒരു കാര്യം ചെയ്തല്ലോ, നമുക്കൊരു വാടകയെടുത്ത് മാറിയാലോ? വാടകയെടുത്ത് മാറാനായിട്ടോ? അതെന്തിനാ? നമുക്ക് ഈ സ്വന്തമായിട്ട് വീടുണ്ടല്ലോ എന്ന് നികേഷ് പറഞ്ഞു. അതല്ല, സുധീഷും നിധി ഇവിടെ നിൽക്കട്ടെ, നമുക്ക് മാറാം. അതെങ്ങനെ ശരിയാവും? അങ്ങനെ പോയിട്ടുണ്ട് ശരിയാവോ? അതേ ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ശരിയാകത്തില്ല. കാരണം ഇവരുടെ കുടുംബജീവിതത്തിൽ താളപ്പിഴകളുണ്ടാവും. വെറുതെ ആൾക്കാർ ഓരോന്നും മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് ചാടി എഴുന്നേറ്റു. ഓഹോ, അപ്പം അതാണ് മനസ്സിലിരിപ്പല്ലേന്ന് ചോദിച്ചു. സുഭാഷ് ചോദിച്ചു, നീ ഉറങ്ങിയില്ലായിരുന്നോ? പിന്നെ അന്ന് വെച്ചാൽ ഞാനും കൂടെ ഉറങ്ങുമല്ലേ, ബോധം കെട്ട് കിടന്ന് ഉറങ്ങുമല്ലേ. എൻ്റെ സുഭാഷ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നിധി ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളില്ലാത്ത വീട്ടിൽ അവൾ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിന്നാലെ അവളും പോരും. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യും, തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യണ്ട, അങ്ങനെ പേടിച്ചോടാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സുഭാഷ് നിധിയോട് ഇതിനെക്കൂടി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ കാരണം നിധിക്ക് എപ്പോഴും ഓരോ ബുദ്ധിമുട്ടുകളൊക്കെയല്ലേ ഉണ്ടാകുന്നേ. നിധി പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട്
ഞങ്ങളെന്നാ ഒരു വേറെ വീടെടുത്ത് മാറാന്ന് പറഞ്ഞു. നിധി പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സുഭാഷ് ചേട്ടാ, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, പിന്നെ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷിനോട് കുറച്ച് ചീത്ത പറയുന്നുണ്ട്. എന്നെ ഇവിടുന്ന് പറഞ്ഞു കൊണ്ടാന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമല്ലേ? ഒരിക്കലും അങ്ങനെയല്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ സുഭാഷിന് മനസ്സിലായി നിധി ഇവിടുന്ന് പോവില്ല എന്നുള്ള കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയം സുധീഷ് എന്നിട്ട് ചെന്താ, അതെ എനിക്ക് അവളുടെ കാര്യം ഓർത്തിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഈ സമയത്ത് നീതുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കുറേ തല്ലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നാണം ഉണ്ടോടി നിനക്ക്? കുടുംബത്തിന് അഭിമാനം കളയാനായിട്ട്, അന്തസ് കളയാൻ ജനിച്ച പിഴച്ചവളെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പനും അമ്മയും എല്ലാം കൂടെ തല്ലുന്നത്. അതൊന്നും കിട്ടിയിട്ട് നീതുവിന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. നീതു ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷെ ഹരീഷിന് ഭയങ്കര ടെൻഷനാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൾക്കൂടെ നല്ല രീതിയിൽ തല്ലി കിട്ടുമെന്നറിയാം. ഒടുവിൽ സുധീഷ് പറഞ്ഞു, ഇപ്പം നിനക്ക് എന്താ വേണ്ടേ? അവളെ കാണണമെന്ന് വെച്ചു. കാണണം, പക്ഷെ കാണാൻ പറ്റില്ല. അവളുടെ ഈ ഫോൺ പോലും ഇല്ല. അവളുടെ ഫോണൊക്കെ മേടിച്ച് വെച്ച് കാണും. ഒരു കാര്യം ചെയ്യാം, അതിന് മാർഗം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഹരീഷിനെ കൂട്ടിക്കൊണ്ട് നീതുവിൻ്റെ വീടിന് അങ്ങോട്ടേക്ക് വരുവാണ് സുധീഷ്. ഹരീഷ് പറഞ്ഞു, ഇവിടെ എങ്ങാനും നമ്മൾ നിൽക്കുന്ന കണ്ട നീതുവിൻ്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവൾ പുറത്തിറങ്ങണ്ടേ, എങ്ങനെ അവളെ വിളിക്കും? അവളുടെ ഫോൺ പോലും ഇല്ലല്ലോ. അതിനൊരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പെൺകൊച്ചാലോടെ എങ്ങോ വരുന്ന കണ്ടു. സുധീഷ് അതൊക്കെ എൻ്റെ അടുത്തേക്ക് ഇന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തു വേണം. അപ്പോഴേക്കും ആ കുട്ടി നാണത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കി. സുധീഷ് പറഞ്ഞു, അതെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട്, എനിക്കൊരു ഉപകാരം ചെയ്തു തരാമെന്ന് ചോദിച്ചു. എന്ത്? അത് ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയുണ്ട്, അതിപ്പം അവളെ ഒന്ന് പുറത്തിറക്കണം. അപ്പം എനിക്ക് പോയി വിളിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് വേണ്ടിയല്ല കേട്ടോ, എൻ്റെ അനുജന് വേണ്ടിയിട്ടാ. അവ സ്നേഹിക്കുന്ന പെങ്കൊച്ച. അപ്പം അവരുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാ. ഒരു പക്ഷേ നീ ഒന്ന് ചെന്ന് വിളിക്കാമെന്ന് ചോദിച്ചു. ഞാനാ? അതെ, ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. അവളെ കാത്ത് അവളുടെ ഒരു ഫ്രണ്ട് പുറത്തേക്കെന്ന് പറഞ്ഞാൽ മതി. അല്ല ഞാനങ്ങനെ ചെന്ന് പറഞ്ഞാൽ പ്രശ്നമാകുമോ? ഒരു പ്രശ്നം ആകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. അവൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അകത്ത് നീതുവിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ എന്നിട്ട് പറഞ്ഞു, അതെ നീതു ചേച്ചി ഇല്ലേ? നീച്ചു ഉണ്ട്. എന്താ കാര്യം? അത് നീതു ചേച്ചിനെ കാണാനായിട്ട് നീതു ചേച്ചിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടോ? ഫ്രണ്ടോ? അതേത് ഫ്രണ്ട്? അപ്പോഴേക്കും നീതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അത് ഒരു ചേച്ചിയെ വന്നേക്കണേന്ന് പറഞ്ഞു. ചേട്ടനാന്നുള്ള കാര്യം പറഞ്ഞില്ല, ചേച്ചിയാന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്കും നീതു പെട്ടെന്ന് ഇറങ്ങി വാതൊക്കെ വന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് സുധീഷ് അവിടെ നിൽക്കുന്നുണ്ട്. കാര്യം മനസ്സിലായി. നീതു പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യോ എന്നെ കാണാൻ രേവതി വന്നിരിക്കുന്ന. രേവതിയോ? അതെ. എങ്കിൽ പിന്നെ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുക. അമ്മ ഞാനുള്ളു പോയി സംസാരിച്ചിട്ട് വരാം. എടി പുറത്തൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, അവളെ അകത്തേക്ക് വിളിക്കാൻ പറഞ്ഞു. സംസാരിച്ചിട്ട് അകത്തേക്ക് വിളിച്ചോണ്ടിരാന്നും പറഞ്ഞോണ്ട് നീതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീതു എന്നപ്പത്തിന് ഹരീഷ് അങ്ങോട്ട് വന്നു. ഹരീഷ് വന്നിട്ട് ചോദിച്ചു, കുഴപ്പമൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിച്ചു. എനിക്കൊരു പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്, എനിക്കിതൊരു ടെൻഷനായിരുന്നു അറിയാം. അല്ല ഇപ്പം എന്താ ഇങ്ങോട്ടേക്ക് വന്നേ? ഒന്ന് കാണണം തോന്നിയെന്ന് പറഞ്ഞു. കണ്ടല്ലോ, അപ്പം എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നെ സ്നേഹം ഇല്ലാതിരിക്കും, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്നു. സുധീഷ് എന്നെ കൂട്ടിക്കൊണ്ടാണോ വന്നേ? സുധീഷ് പറഞ്ഞു, ഞാനില്ലായിരുന്നു ഇപ്പം കാണാമായിരുന്നു പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇത്തിരി അങ്ങോട്ട് മാറിക്കുമെന്ന് ചോദിച്ചു. സുധീഷ് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ നീതു ഹരീഷിനെ കെട്ടിപ്പിടിക്കുകയാണ് റോഡ് നിന്നിട്ട്. ഹരീഷ് പറഞ്ഞു, ഇതേ വീട് ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും, ആര് വേണ്ട ശ്രദ്ധിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കഷ്ടകാലം എന്ന് പറയാനായിട്ട് ആ സമയത്താണ് നീതുവിൻ്റെ സഹോദരൻ അഖിൽ അങ്ങോട്ടേക്ക് വരുന്നത്. അഖിൽ വരുമ്പം കാണുന്ന കാഴ്ച, രണ്ടുപേരും കൂടെ പരിസരം മറന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന. അഖിൽ വന്നിട്ട് നീതുവിനെ അടിച്ചൊങ്ങ് വിളിച്ചോണ്ട് പോകണം, ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറഞ്ഞോണ്ട്. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഇതേ അവളെ വെറുതെ അടിച്ചാണ്ടല്ലോ, വിവരം അറിയുമെന്ന് പറഞ്ഞു. ഒന്ന് പോടാന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇട്ട് തല്ലുന്ന കണ്ടപ്പോഴത്തേനും നീതുവിൻ്റെ അമ്മ വന്നിട്ട് എന്താടാ കാര്യം? അപ്പോഴേക്കും നീതുവിൻ്റെ അച്ഛനും കൂടെ വന്നു. എന്താണെന്ന് അറിയില്ലല്ലേ, പെണ്ണിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക, അവൾ എന്തൊക്കെയാ കാണിച്ചു വിട്ടെന്നറിയോ? പരിസരബോധം മറന്ന് നാട് റോട്ടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എടി അസത്തെ, നീ എന്താടി കാണിച്ചതെന്ന് ചോദിച്ചിട്ട് വീണ്ടും തല്ലും വഴക്കുമായി. ഒടുവിൽ നീതുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. നീതു തല്ലുകൊണ്ട് മടുത്തു കഴിഞ്ഞപ്പോൾ നീതു ഒരു തീരുമാനം എടുത്തു, ഇനി വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, ഇറങ്ങിയേക്കാന്നൊക്കെ ഓർത്തോണ്ട് ഭാഗം എടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഇതിലൂടെയാന്ന് വെച്ചാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. നീ എവിടം വരെ പോകുന്നു കാണാമെന്ന് പറഞ്ഞു. സുധീഷിനും ഹരീഷിനും നല്ല ടെൻഷനായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നീതുവിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ലോ. അങ്ങനെ ഒടുവിൽ അവരെ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് സുഭാഷ് പറഞ്ഞു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നീതു അങ്ങോട്ടേക്ക് വരുന്നത്. നീതു ഭാഗം കൊണ്ടുവരുവാണ്. ഇതെന്ത് പറ്റി എന്ന് ചോദിച്ചു. അതെ, വീട്ടിൽ കുറേ പ്രശ്നങ്ങളായി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേ വന്നാ. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്, ഞാനിവിടെ നിൽക്കും, ഞാൻ ഒരിടത്തേക്കും പോയില്ല എന്ന് പറഞ്ഞു.
സുഭാഷ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും? അതെ, എനിക്കിനി എന്താണല്ലോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെന്നെ തല്ലുകൊള്ളെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം. കല്യാണം നടത്തുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് കല്യാണം എന്താ കല്യാണം വേണ്ടേന്ന് ചോദിച്ചു. നീതി പറഞ്ഞു അല്ല, അതൊക്കെ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് തീരുമാനിക്കേണ്ടല്ലേ, അങ്ങനെ പെടപെടിയും നടത്താൻ പറ്റുന്നൊരു കാര്യമാണോ? നീതുവിന് ഭയങ്കര സന്തോഷമായിരുന്നു കല്യാണം എന്ന് കേട്ട് കഴിഞ്ഞപ്പം. ഹരീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. എന്താണെങ്കിലും നീതു രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്, പോകത്തില്ല എന്നൊരു തീരുമാനത്തിൽ. കല്യാണം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.